ചുവപ്പിന്റെ പൈതൃകം പേറുന്ന മണ്ണിൽ CPI 25ാം പാർട്ടി കോൺഗ്രസിന് ഉടൻ തുടക്കമാകും. ചണ്ഡീഗഡിലെ പഞ്ചാബ് മണ്ഡി ബോർഡിൽ നടന്ന പൊതുസമ്മേളനത്തോടെയാണ് പാർട്ടി കോൺഗ്രസിന് തുടക്കമാവുക. നാളെ മുതലാകും പ്രതിനിധി സമ്മേളനങ്ങൾ. ജനറൽ സെക്രട്ടറിയെ മാറ്റുന്നത് പാർട്ടി കോൺഗ്രസിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് അമർജിത് കൗർ മീഡിയ വണ്ണിനോട് പറഞ്ഞു. കാലഘട്ടം ആവശ്യപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് ഏകീകരണം ഉൾപ്പെടെ ഉയർത്തിയാണ് 25ാം പാർട്ടി കോൺഗ്രസിന് ഉജ്ജ്വല തുടക്കം കുറിക്കാനൊരുങ്ങുന്നത്. 4.5 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും വലിയ വെള്ളപ്പൊക്കവും പ്രളയവും പഞ്ചാബിനെ പിടിച്ചുകുലുക്കിയെങ്കിലും കർഷകരുൾപ്പെടെ ആയിരങ്ങളാണ് പൊതുസമ്മേളന വേദിയിലേക്ക് എത്തുന്നത്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പാർട്ടിയുടെ വലിയ തിരിച്ചുവരവ് കൂടി ഈ പാർട്ടി കോൺഗ്രസോടെ സാധ്യമാക്കാനാണ് നേതാക്കളുടെ ശ്രമം. രാജ്യം ഭരിക്കുന്നത് ഫാസിസ്റ്റ് സർക്കാരെന്നും അതിനെതിരെ ഇടതു പാർട്ടികൾ ഒന്നിച്ചു പോരാടണമെന്നും ജനറൽ സെക്രട്ടറി ഡി രാജ മീഡിയ വണ്ണിനോട് പറഞ്ഞു. And come out with a proper strategy and tactics to strengthen our party, to strengthen left unity, to strengthen communist unity, and to intensify the struggle against BJP RSS combined. CPM-ൽ പ്രായപരിധി ഇളവുകളോടെ നടപ്പാക്കിയതിനാൽ CPI-ക്കുള്ളിലും ഇത് കർശനമാക്കണമെന്ന് ചർച്ചയുണ്ട്. അജണ്ട വരുമ്പോൾ സെക്രട്ടറി സ്ഥാനത്തെക്കുറിച്ചുള്ള ചർച്ച നടക്കുമെന്ന് അമർജിത് കൗർ മീഡിയ വണ്ണിനോട് പറഞ്ഞു. No, we have not discussed anything about that. When that agenda will come, then that discussion will come. ചോദ്യങ്ങളോട് ഡി രാജ ഒഴിഞ്ഞു മാറി. 2019 ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഡി രാജയ്ക്ക് 75 വയസ്സ് പ്രായപരിധി പിന്നിട്ടതിനാൽ മാറ്റം വേണമെന്ന് കേരള ഘടകത്തിലെ നേതാക്കൾ ഉൾപ്പെടെ വാദിക്കുന്നുണ്ട്. നേതൃപദവിയിൽ 75 വയസ്സ് പ്രായപരിധി നടപ്പാക്കുമോ അതോ നിലവിലെ സംവിധാനം തുടരുമോ എന്നതാണ് പാർട്ടി കോൺഗ്രസിൽ ആകാംക്ഷയുയർത്തുന്നത്. പാർട്ടി കോൺഗ്രസിൽ എടുക്കുന്ന തീരുമാനം നിർണായകമായിരിക്കും. ഹരി മുണ്ടൂരിനോടൊപ്പം ചണ്ഡീഗഡിൽ നിന്നും തൗഫീഖ് അസ്ലം, മീഡിയ 1.